ലൈക്ക് നമ്മുടെ കുറേ സ്വപ്നങ്ങളുണ്ട് ഉണ്ടാക്കിയൊരു സിനിമയാണ്. താങ്ക് യു സോ മച്ച്. എന്തോ പിന്നല്ലാണ്ട് ബ്രോ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. നമ്മളൊന്നും ഇത് യൂസ് അല്ല പറഞ്ഞോട്. കുറെ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ കണ്ടത്. പെട്ടെന്ന് വർക്കാവും. സൂപ്പർ അടി, വെറൈറ്റി സൈസ് അടി. അവസാനമൊക്കെ നല്ല സൂപ്പറാണ്. സൂപ്പർ ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ടോ? അടിപൊളി പടം. ഇഷ്ടപ്പെട്ടോ? തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയല്ലേ? മാസ് പടം തന്നെ. മെഗാസ്റ്റാറിന്റെ വരവ് ഒരു 1.5 വരവായിരുന്നില്ലേ? വോട്ടർ ആരാന്നുള്ളതിന് ഉത്തരം കിട്ടിയില്ലേ? നമ്മുടെ ഡാറ്റാനി എന്ന് പറഞ്ഞ ആക്ടറിന്റെ അമ്മയാണ്. ഡാറ്റാനിയിൽ സൂപ്പർ എന്ന ക്യാരക്ടർ സൂപ്പർ പൊളിയായിരുന്നില്ലേ? എൻ്റെ ഫേവറേറ്റ്. ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനത്തെ ഒരു എൻവയൺമെന്റ് ഉണ്ടാക്കിയിരിക്കുന്ന പടമാണ്. തിയേറ്ററിലോട്ട് ഇങ്ങനെ സെലിബ്രേറ്റ് കാണുന്ന പടമാണ്. അതൊരു 1.5 ഫീലിംഗ് തന്നെയായിരുന്നു. ബാക്കി കാണും, പ്ലീസ് കാണും. താങ്ക് യു. പടം ഒരു ചില മൂടാണ്. ലൈക്ക് എന്താ പറയുക, എല്ലാവർക്കും ഫാമിലി ഓഡിയൻസും എല്ലാവർക്കും കാണാൻ പറ്റിയൊരു പടമാണ്. അത് നല്ല രീതിയിലാണ് പിടിച്ചേക്കുന്നത്. ഈ എഫേർട്സ് മൊത്തം നമ്മൾ കുറേ നാൾ കണ്ടതാണ്. ആദ്യമായിട്ട് പടം ഫുൾ ലെങ്തി കാണുന്നത്. കിടിലം. എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന പോലെ വോൾട്ടറിന്റെ പിള്ളേരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അത് മൂടാണ്. നമുക്കൊരു രോമാഞ്ചം വരും വോൾട്ടർ വരുമ്പോൾ. അതുപോലെയാണ്. അപ്പം കിടിലമാണ്. എന്താ പടം കിടിലമാണ്. എല്ലാവരും പോയി കാണണം. എല്ലാവരും ഈ പറഞ്ഞ പോലെ കണ്ട് നമ്മുടെ നോസ്റ്റാൾജിയ ചൈൽഡ്ഹുഡിലേക്ക് തിരിച്ചു പോകാം. ഡബ്ല്യു ലൈഫും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അപ്പം അതിനു വേണ്ടിയിട്ട് കാണാം. പിന്നെ എല്ലാവരും പുതുമുഖങ്ങളാണ്. എല്ലാവരും സൂപ്പറായിട്ട് എഫർട്ടിട്ടുണ്ട്. എൻ്റെ അരികളുണ്ട്. അപ്പം അതുകൊണ്ട് പടം മൂടാണ്. എല്ലാവരും പോയി കാണാം. നല്ല പടം. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ വന്ന് കണ്ടോ. ഒരു ലാഗും ഇല്ല. ഒരു നമ്മൾ വിചാരിച്ച തരത്തിലേക്കല്ല. ഇതിന് മേക്കിങ് വേറെ ലെവലിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല പടം, സൂപ്പർ പടം. വിളി കണ്ടില്ല ഇവരൊക്കെ. നല്ല പടം. ഈ പടം തുടക്കം മുതൽ ആദ്യം പറയാം, ഇങ്ങനൊരു പടം ഇതുവരെ ഇല്ല. ഇപ്പം മലയാളത്തിലൊരു വെറൈറ്റി പടമുണ്ട് മലയാളത്തിൽ വന്നിരിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു സങ്കല്പത്തിലുള്ളൊരു സിനിമയില്ല. അപ്പോൾ തീർത്തും വെറൈറ്റി ആയിട്ട് വന്നേക്കുന്നത്. എന്നാൽ തുടക്കം മുതൽ അങ്ങോട്ട് സ്റ്റെപ്പായിട്ട് കയറി വന്ന് ലാസ്റ്റത്തേക്ക് പോകുന്നതോറും അതിൻ്റെ അപ്പുറം പോവാണ് ഭയങ്കരമായിട്ട്. നമ്മൾ കൊട്ടിക്കയറി പോകാന്ന് പറയില്ലേ, അതേപോലെയാണ്. നല്ല ആക്ഷൻ, നല്ല സൗണ്ട് എഫക്റ്റ് ഭയങ്കരമായിട്ട്. ആക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ മലയാളം സിനിമയിൽ ഒരു ബെഞ്ച് മാർക്കായിട്ടുള്ള മൂവിയാണ്. ഇതുവരെ ജിംഖാനായിരുന്നു ഒരു ബെഞ്ച് മാർക്കായിട്ട് വെച്ചിരുന്നൊരു മൂവി. പക്ഷെ അത് മാറി. ഇപ്പോൾ WWE എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫേക്ക് ആയിട്ടാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷെ ഈ മൂവി എന്ന് പറഞ്ഞാൽ വളരെ റിയലിസ്റ്റിക് ആയിട്ട് എടുത്തുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ ക്യാരക്ടേഴ്സും അതിന് അനുസരിച്ച് തന്നെ കാസ്റ്റ് ചെയ്തിട്ടുള്ള തിയേറ്ററിൽ തന്നെ പോയി കാണണം.